أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്തെന്ന്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അതിൻ്റെ തർക്കീബുകൾ. അതിൻ്റെ ഫസ്റ്റ് മുതൽ നമ്മൾ തർക്കീബ് വെച്ച് കഴിഞ്ഞ് ബിസ്മിൻ്റെത് അള്ളാഹിൻ്റെത് ഒക്കെ വെച്ച ശേഷം അർ-റഹ്മാനി അർ-റഹീം അവിടെയുള്ള രൂപങ്ങൾ ആണ് വിശദീകരിച്ചിരുന്നത്. മൊത്തം എത്ര രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവിടെ 9 രൂപത്തിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും. 9 സാധ്യതകളാണ് വിശദീകരിച്ചത്. നമ്മൾ സാധാരണ ഓതാറുള്ളത് ബിസ്മില്ലാഹി അർ-റഹ്മാനി അർ-റഹീമി അല്ലെ, അർ-റഹ്മാനിക്കും റഹീമിനിക്കും ജർ കൊടുത്തിട്ട്. അപ്പൊ അവിടെ ആ റഹ്മാൻ അർ-റഹീം എന്നുള്ളതിൽ 9 സാധ്യതകൾ, 9 രൂപങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാതും ഓതാൻ പറ്റൂല. അതുപോലെ അറബി നിയമപ്രകാരം ജായിസ് ആകാത്ത കോലങ്ങളും ഒക്കെ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ അത് ഏതൊക്കെയാണ് കോലങ്ങൾ? ഒന്ന് അർ-റഹ്മാനി അർ-റഹീമി എന്ന കോലം, അതായത് രണ്ടിനും ജെറ്, റഹ്മാനും റഹീം എന്നതിനും ജെറ് കൊടുത്തിട്ട്, പിന്നെ രണ്ടിനും റഫ് കൊടുത്തിട്ടുള്ള കോലം പറഞ്ഞു അർ-റഹ്മാനു അർ-റഹീമു. പിന്നെ നസ്ബ്, രണ്ടിനും നസ്ബ് കൊടുത്തിട്ട് അർ-റഹ്മാന അർ-റഹീമ. പിന്നെ ഒന്നിന് ജെറും ഒന്നിന് റഫും അർ-റഹ്മാനി അർ-റഹീമു. പിന്നെ ജെറും നസ്ബും അർ-റഹ്മാനി അർ-റഹീമ. പിന്നെ പിന്നെ ഇനി ഒന്നിന് റഫും ഒന്നിന് നസ്ബും അർ-റഹ്മാനു അർ-റഹീമ, തിരിച്ചും അർ-റഹ്മാന അർ-റഹീമു. അപ്പൊ ഇങ്ങനെ കോലങ്ങളായി. ഇപ്പൊ എത്രണ്ണായി മൊത്തം? 8 പിന്നെ അതിൽ ഒരു കോലം പറ്റാത്ത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതായത് ഫസ്റ്റ് തീന് റഫ്ഉ നസ്ബ് കൊടുത്താൽ പിന്നെ രണ്ടാമത്തേൽ ജെറ് ചെയ്യാന്നുള്ളത്, അത് ജായിസ് ആകൂല. ആ ഒരു കോലം ജായിസ് ആകൂല. ബാക്കിയുള്ള കോലങ്ങളൊക്കെ അറബി നിയമപ്രകാരം ജായിസ് ആകും, പറയാൻ പറ്റും. പക്ഷെ ഖിറാഅത്തിൽ ഓതുമ്പോ ഒറ്റ കോലത്തിൽ മാത്രമേ ഓതാൻ പറ്റുള്ളൂ, ജെറ് കൊടുത്തിട്ട് അർ-റഹ്മാനി ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കാരണം എല്ലാ ഖിറാഅത്തും വന്നിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതല്ലാത്ത രീതിയിൽ ഓതാൻ പറ്റൂല. അറബി നിയമപ്രകാരം ഇഹ്തിമാലുള്ള സാധ്യതയുള്ള കോലങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പൊ 9 കോലങ്ങൾ. എന്നിട്ട് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പോ അതില് ഇമാം നൂറുൽ ഉജുഹൂരി അദ്ദേഹത്തിന്റെ ഒരു ബൈത്ത് ഉണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട്. ഈ രൂപങ്ങൾ അർ-റഹ്മാൻ റഹീമിൽ വരുന്ന രൂപങ്ങൾ വിശദീകരിച്ചിട്ടുള്ള ബൈത്ത്, അതിന്റെ ഒരു ബൈത്ത് നമ്മൾ മുമ്പ് പാടി. അതിന്റെ ശേഷം ആ ബൈത്തിന്റെ വിശദമായിട്ട് 2-3 വരികളാണ് ഷാരിഹ് വിശദീകരിക്കുന്നത്. അപ്പോ ഈ ഷറഹിന്റെ പ്രത്യേകത നമുക്കറിയാം. ആജുറൂമി എന്നുള്ള കിതാബിന് ഒരുപാട് ഷറഹുകളുണ്ട്. പക്ഷെ ഇത് മുസന്നിഫ് ഷാരിഹ് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഷറഹ് എഴുതിയത്. അതായത് കിതാബിന്റെ ആജുറൂമിയന്റെ തർക്കീബുകൾ വിശദീകരിച്ചുകൊണ്ട് പുതിയ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ട് വ്യത്യസ്തമായ രീതിയിൽ എഴുതുക എന്ന നിലക്കാണ് ഇത് എഴുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഴുവനായി തർക്കീബ് വിശദീകരിക്കുന്ന റൂട്ടിലാണ് അദ്ദേഹം ഈ ഷറഹിനെ വിശദീകരിച്ചിട്ടുള്ളത്, നമ്മള് അല്ലാമ കഫ്റാവി റഹിമഹുല്ലാഹ്. അപ്പോ ശേഷം അതിന്റെ ബൈത്താണ് അന്നൂറുൽ ഉജുഹൂരിയുടെ ബൈത്ത് അദ്ദേഹം വിശദീകരിക്കുന്നു. ഖാല അന്നൂറുൽ ഉജുഹൂരി റഹിമഹുല്ലാഹ്, അദ്ദേഹം പാടി. അദ്ദേഹത്തിന്റെ ബൈത്താണ് ഉദ്ധരിക്കുന്നത്. ഇയുൻസബിർ റഹ്മാനു ഔ യർതഫിഅ ഫൽജറു ഫിർ റഹീമി ഖത്അൻ മൂനിഅ വഇൻ യുജറ ഫഅജിസ് ഫിത്ഥാനി ثلاثة الأوجوه خذ بياني فهذه تضمنت 9 منع وجهان منها فدر هذا واستمع. അപ്പൊ ഇങ്ങനെ ആ ബൈത്തില് നമ്മൾ നേരത്തെ വിശദീകരിച്ച കോലങ്ങൾ തന്നെയാണ്, അതിൽ കൂടുതലൊന്നുമില്ല. അതൊന്ന് ചുരുക്കി ബൈത്താക്കിയിട്ട് അദ്ദേഹം വിശദീകരിച്ചതാണ്. അപ്പൊ അർത്ഥം ഈ യുൻസബിർ റഹ്മാൻ. അപ്പൊ ഇത് പാടിയ ആളാരെന്ന് പറഞ്ഞ അന്നൂറുൽ ഉജുഹൂരി, നൂറുദ്ദീനുൽ ഉജുഹൂരി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം ഹിജ്റ 900, അതായത് 10-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബൈത്താണ് ഈ യുൻസബ്, നസ്ബ് ചെയ്യപ്പെട്ടാൽ എന്തിന്? അർ-റഹ്മാൻ, അർ-റഹ്മാൻ എന്നതിന്. നമ്മൾ അവിടുത്തെ കോലങ്ങളാണ് പറഞ്ഞത്. അവിടെ റഫ് പറ്റുന്ന സ്ഥലം ഇഹ്തിമാൽ പറഞ്ഞു, നസ്ബ് പറ്റണ പറഞ്ഞു, ജറ് പറ്റണ പറഞ്ഞു. അപ്പൊ അവിടെ നസ്ബ് ചെയ്യപ്പെട്ടാൽ, റഹ്മാൻ എന്നതിലേക്ക് നസ്ബ് ചെയ്യപ്പെട്ടാൽ
ഔ യർതഫിഅ, അല്ലെങ്കിൽ ആ റഹ്മാൻ എന്നതിന് അത് റഫ്അ സിദ്ധിച്ചാൽ. അപ്പോ ജായിസ് ആകാത്ത മുംതനിയായ കോലാണ് അദ്ദേഹം ആദ്യം വിശദീകരിക്കുന്നത്. അപ്പൊ റഹ്മാൻ എന്നതിന് നസ്ബോ അല്ലെങ്കിൽ റഫ്അ കൊടുത്താൽ അതാണ് ഈ യുൻസബിർ റഹ്മാനു ഔ യർതഫിഅ. റഹ്മാൻ എന്നുള്ളത് ആ ഹിക്കായത്ത് നിലയ്ക്ക് നമുക്ക് എങ്ങനെ വായിക്കാം ഇറാബ്. അപ്പൊ റഹ്മാൻ എന്നതിന് നസ്ബ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അത് റഫ്അ സിദ്ധിച്ചാൽ, റഫ്അ ചെയ്യപ്പെട്ടാൽ ഫൽ ജർറു, അപ്പോൾ ജർറ ആകുന്നത് ഫിർ റഹീമി, അർറഹീം എന്നതിൽ, അർറഹ്മാനി അർറഹീമി അതിൽ അർറഹീം എന്നതിൽ ഖത്അൻ മുനിഅ, അത് വിലങ്ങപ്പെട്ടതാണ്, പറ്റൂല. അപ്പൊ ഖത്അൻ എന്നുള്ളതിന് ഇവിടെ ഹാശിയിലൊക്കെ പല വിധത്തിലും തർക്കീബ് പറയുന്നുണ്ട്. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്നൊക്കെ. അതായത് അന്നൽ മുറാദ് അവിടെ പറയുന്നുണ്ട്, അന്നൽ മുറാദ ബിൽ ഖത്ഇ ഇത്തിഫാഖു ത്വായിഫത്തിൻ മഖ്സൂസത്തിൻ. അവിടെ ഇത്തിഫാഖ് ഉണ്ട്, ആരും അവിടെ ആ ജർ പറ്റും എന്നൊരു സാധ്യത ആരും പറഞ്ഞിട്ടില്ല ജായിസ് ആവേണ്ടത്. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഖത്അൻ മുനിഅ, അത് വിലങ്ങപ്പെട്ടതാണ്. അപ്പൊ ഖത്അൻ എന്ന തർക്കീബ് നമുക്ക് ഖത്അതു ഖത്അൻ കളയപ്പെട്ട ഫീലിന്റെ മഫ്ഊൽ മുത്ലഖ് എന്ന നിലക്ക് തർക്കീബ് വെക്കാം. അപ്പോ ഉറപ്പിച്ച് തറപ്പിച്ച് പറയണത് ആരും ജായിസ് ആക്കിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത്തിഫാഖ് എന്ന നിലക്ക് തന്നെ എല്ലാവരും പറഞ്ഞത് അങ്ങനെ അർറഹ്മാൻ എന്നതിൽ നസ്ബോ റഫ്അ കൊടുത്താൽ പിന്നെ ശേഷമുള്ള അർറഹീം എന്നതിൽ ജർറ് പറ്റൂല. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ബാക്കിയുള്ള കോലങ്ങൾ വിശദീകരിക്കാണ്. എന്താർത്ഥം? ജർറ് ചെയ്യപ്പെട്ടാൽ എന്തിന് ജർറ്? അർറഹ്മാൻ എന്നുള്ളതിന് മുമ്പുള്ളിക്കാണ് വമീർ, മുമ്പ് പറഞ്ഞേക്കാണ് വമീർ മടങ്ങുന്നത്. ആ അർറഹ്മാൻ എന്നതിന് ജർറ് ചെയ്യപ്പെട്ടാൽ ഫഅജിസ്, അപ്പൊ നീ ജായിസ് ആക്കിക്കോ. ഫിത്താനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അർറഹീം എന്നതിൽ നീ ജായിസ് ആക്കിക്കോ. സലാസത്തൽ ഔജുഹി, മൂന്ന് രൂപങ്ങളെ. ഖുദ് ബയാനി, അത് ബൈത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറഞ്ഞാണ്. ഖുദ് നീ പിടിക്ക്, ബയാനി എന്റെ വിശദീകരണം നീ മനസ്സിലാക്കി. ആ ബൈത്തിന്റെ പൂർത്തീകരണത്തിന് തത്തിമത്തിന് വേണ്ടി അദ്ദേഹം കൂട്ടിക്കൊടുത്താണ്. അപ്പൊ വഇയു ജറ, ആ റഹ്മാനി ജറ് ചെയ്യപ്പെട്ടാൽ ഫഅജിസ് ഫിത്താനി, അപ്പോ രണ്ടാമത്തെ നീ ജായിസാക്ക്. സലാസത്തുൽ ഔജുഹി, മൂന്ന് രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? റഫ്അ്, നസ്ബ്, ജർറ്, മൂന്നും പറ്റും. അപ്പൊ മൂന്നും എങ്ങനെയാണ് നമ്മൾ വിശദീകരിച്ചിരുന്നു, അവിടെ എന്തൊക്കെ തഖ്ദീർ ചെയ്തിട്ടാണ്. അപ്പൊ ഇത് ശരിക്ക് വരുന്നത് ഇപ്പൊ എങ്ങനെ? നമ്മൾ ആദ്യം തർക്കി വെച്ചത് സിഫത്താണ് നിലക്ക്, അർ റഹ്മാനി സിഫത്ത്, റഹീമി സിഫത്തും ബാദ സിഫത്ത്. അപ്പൊ ബാക്കിയുള്ള ഈ ഇഹ്തിമാലുകൾ നസ്ബും ജറും ഒക്കെ കൊടുക്കുന്ന സാധ്യത വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് നഹ്വിന്റെ കിതാബിലൊക്കെ നഅത്തിന്റെ ബാബ്, നഅത്ത് എന്ന് പറഞ്ഞാൽ സിഫത്തിന്റെ പാഠത്തിൽ അവിടെ ഒരു മസല വിശദീകരിക്കലുണ്ട്. ഖത്ഉ സിഫ എന്ന് പറഞ്ഞിട്ട് സിഫത്തിനെ മുറിക്ക. അതായത് സിഫത്തിനെ, നമ്മളിപ്പോ സിഫത്തിന്റെ ഇറാബ് എന്തായിരിക്കും? മൗസൂഫിന്റെ ഇറാബ് എന്താണോ അതേ ഇറാബായിരിക്കുമല്ലോ സിഫത്തിന് ഉണ്ടാവുക. അപ്പൊ അതിനെ തൊട്ട് ഖത്ഉ ചെയ്യുക, മത്ബൂഇന്റെ ഇറാബ് കൊടുക്കാതിരിക്കുക. എന്നിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ റഫ്ഉം നസ്ബും കൊടുക്കുക. അപ്പൊ റഫ്ഉ കൊടുക്കുമ്പോൾ അവിടെ ഒരു മുബ്തദാനെ സങ്കല്പിക്കും, എന്നിട്ട് അതിന്റെ ഖബറാക്കിയിട്ട് റഫ്ഉ കൊടുക്കും. നസ്ബ് ആവുമ്പോൾ മുമ്പ് അവിടെ യോജിച്ച ഒരു ഫീലിനെ തഖ്ദീർ ചെയ്യും, എന്നിട്ട് ആ ഫീലിനെ മഫ്ഊലാക്കിയിട്ട്. അപ്പൊ ഇത് നഹ്വിലൊരു മസ്അലാണ്. എല്ലാ നഹ്വിന്റെ പ്രധാനപ്പെട്ട കിതാബിലൊക്കെ ഈ മസ്അല വിശദീകരിക്കലുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാമുൽ അൻസാരി റഹിമഹുല്ല ഖത്തർ നദിയിലൊക്കെ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. അപ്പോ ഖത്തർ നദിന്റെ ശറഹിന്റെ ഹാഷിയിൽ അവിടെ കൂടുതൽ ചർച്ചകളുണ്ട് ഈ ഖത്ഉ സിഫത്തിന്റെ. അവിടെ സിഫത്തിന് മത്ബൂഇന്റെ ഇറാബ് കൊടുക്കാതിരിക്കുക, അതാണല്ലോ ഖത്ഉ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ ഒരു സിഫത്ത് മാത്രമാണെങ്കിൽ പറ്റൂല, കുറെ സിഫത്തുകൾ വന്നിക്കണമെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഖിലാഫുകൾ പറയുന്നുണ്ട്. അപ്പോ നമ്മള് ഈ മസലയിൽ എന്തായാലും ഖിലാഫ് വരൂല. ഇവിടെ രണ്ട് സിഫത്തില്ലേ, അർ റഹ്മാൻ അർ റഹീം. അപ്പൊ അവിടെ ഖിലാഫ് ഉണ്ട്. ഒരു സിഫത്ത് മാത്രമാണെങ്കിൽ ഈ ഖത്ഉ സിഫത്ത് എന്നുള്ള പരിപാടി ജായിസ് അല്ല. രണ്ടോ ഒന്നിൽ കൂടുതൽ സിഫത്തുകൾ ഉണ്ടായാൽ അപ്പൊ അവിടെ ഖത്ഉ പറ്റും എന്ന് പറഞ്ഞിട്ട് ഖിലാഫ്. അപ്പൊ അവിടെ ഖത്തറിന്റെ ഷറഹായ ഫാക്കിഹിന്റെ ഹാഷിയയില് ഇമാം യാസിൻ റഹിമഹുല്ല ഇമാം സുയൂത്തിയെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ നുക്കത്ത് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, എന്ത് ഇവിടെ ഖത്ഉ സിഫത്തിന്റെ അവിടെ സിഫത്ത് ഒന്നാണെങ്കിലും ഇനി മുതഅദ്ദിദത്താണെങ്കിലും ഹുക്ം ഒരേപോലെയാണ്. ഒരു സിഫത്താണ് ഉള്ളൂ എങ്കിലും കുറെ സിഫത്തുകൾ ഉണ്ട് എങ്കിലും ഹുക്ം ഒന്നാണ്. ഖത്ഉ സിഫത്ത് ജായിസ് ആകും. ജായിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് തബഅൻ നിലക്ക് സിഫത്ത് മൗസൂഫിന്റെ ഇറാബ് അതേ ഇറാബും കൊടുക്കാം, പിന്നെ ഖത്അൻ നിലക്ക്
റഫ്ഉ നസ്ബ് കൊടുക്കാം. മനസ്സിലായോ? അപ്പോ ഒരു സിഫത്ത് ജെറിന്റെ അവസരത്തിലാണെങ്കിൽ അതിന് 3 ഇറാബ് കൊടുക്കാൻ പറ്റും അല്ലെ? ഒന്ന് ജെറ് മൗസൂഫിന്റെ അതേ ഇറാബ് നിലക്ക് ജെറ് കൊടുക്കാം, പിന്നെ ഖത്അ നിലക്ക് റഫ്ഉ നസ്ബും കൊടുക്കാം. ഇനി വേറെ ഇറാബാണ്, ജെറല്ലാത്ത ഇറാബാണെങ്കിൽ അപ്പൊ 3 സാധ്യത വരൂല. നസ്ബാണെങ്കിൽ അപ്പൊ മൗസൂഫിന്റെ അതേ ഇറാബ് നിലക്ക് നസ്ബ്, ഖത്അ നിലക്ക് റഫ്ഉ, പിന്നെ ജെറ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അവിടെ. അപ്പൊ ഖത്അ നിലക്ക് കൊടുക്കുമ്പോ ഒന്നെങ്കിൽ മുബ്തദനെ സങ്കല്പിച്ചിട്ട് റഫ്ഉ, അല്ലെങ്കിൽ ഫീലിനെ സങ്കല്പിച്ചിട്ട് നസ്ബ്. അപ്പൊ ഇതാണ് മസ്അല, നഹ്വിലുള്ള പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ് സിഫത്തിന്റെ ബാബിലുള്ള. അപ്പൊ ആ മസ്അല പ്രകാരമാണ് നമുക്ക് ഇത്രയും ഇഹ്തിമാലുകൾ കിട്ടിയത്, ഈ സാധ്യതകൾ കിട്ടിയതും ഇവിടെ ഈ തർക്കീബുകൾ പറഞ്ഞതും. അപ്പൊ ഇനി അതിന്റെ മുപ്പര് അടുത്ത ബൈത്ത് പറയാണ്, അന്നൂറുൽ ഉജുഹൂരി റഹിമഹുല്ലാഹ്. അതാ അപ്പൊ എന്താ പറഞ്ഞത്? ഫഇയുജറ ഫഅജിസ് ഫിസ്സാനി സലാസത്തൽ ഔജുഹി ഖുദ് ബയാനി. എന്നിട്ട് ഫഹാദിഹി അപ്പൊ ഇതാവുന്നത് നോമ്പരി വിശദീകരിച്ചതിന്റെ ടോട്ടല് ചുരുക്കം പറയാണ്. ഈ മൊത്തം പറയപ്പെട്ട കാര്യങ്ങൾ തളമ്മനത് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു 9 രൂപങ്ങളെ. അദ്ദേഹം എന്തേ പറഞ്ഞിട്ടുള്ളൂ? റഹ്മാന് ജെറ് കൊടുത്താൽ ഷാഷള്ളിയില് 3 കോലം നിനക്ക് ജായിസാണ്, നീ ജായിസാക്കിക്കോ എന്നെ വിശദീകരിച്ചിട്ടുള്ളൂ. ആ കോലങ്ങൾ ഏതൊക്കെയാന്ന് എണ്ണി പറഞ്ഞിട്ടില്ല. നേരത്തെ നമ്മൾ എണ്ണി പറഞ്ഞ അർ-റഹ്മാനു അർ-റഹീമു അർ-റഹ്മാനു അർ-റഹീമ, ആ കോലങ്ങൾ അതാണ്. അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു 9 രൂപങ്ങളെ. എന്നിട്ടോ അതിന് 2 എണ്ണം നമ്മള് പറ്റൂലെന്ന് പറഞ്ഞിരുന്നു. അറബി നിയമപ്രകാരവും ജായിസ് ആകാത്ത കോലം അതേതാ? നേരത്തെ പറഞ്ഞേ. അപ്പൊ മുനിയ വിലങ്ങപ്പെട്ടിരിക്കുന്നു. വജ്ഹാനി 2 വജ്ഹ്, 2 രൂപങ്ങൾ അതിൽ നിന്ന് വിലങ്ങപ്പെട്ടു. മിൻഹ ഈ പറയപ്പെട്ട 9 കോലത്തിൽ നിന്ന്. അതേതാന്ന് മനസ്സിലായില്ലേ? റഹ്മാൻ എന്നുള്ളതിന് റഫ് കൊടുക്കുക, ശേഷം റഹീം എന്നുള്ളതിന് ജെറ് ചെയ്യുക, അതൊരു കോലം. പിന്നെ റഹ്മാൻ എന്നുള്ളതിന് നസ്ബ് കൊടുക്കുക, റഹീം എന്നുള്ളതിന് ജെറ് കൊടുക്കുക. അത് ജായിസ് അല്ല, അത് മുനിഅ വജ്ഹാനി മിൻഹ. ഫദിരി ഇതും ബൈത്തിന്റെ തത്തിമത്തിന് വേണ്ടി പറഞ്ഞതാണ്. മസല കാര്യം കഴിഞ്ഞ്. ഫഹാദിഹി തളമ്മനത് 9 മുനിഅ വജ്ഹാനി മിൻഹ ഫദിരി ഹാദാ വസ്തമിഅ. ഫദിരി എന്താ അർത്ഥം? നീ അറിയ, നീ മനസ്സിലാക്കി. ഹാദാ ഇതിനെ ഞാൻ പറഞ്ഞതിനെ നീ മനസ്സിലാക്കിക്കോ, നീ അറിഞ്ഞോ. വസ്തമിഅ അതിനെ നീ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ അത് ബൈത്തിന്റെ തത്തിമത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോ ഈ ബൈത്ത് വിശദീകരിച്ചതിലൊക്കെ ഈ ബൈത്തിന്റെ ബഹറുകളും പറയുന്നുണ്ട്. ഈ ബൈത്തിന് ഓരോ ബഹറുകൾ ഉണ്ടാവുമല്ലോ, കുറെ ബഹറുകൾ ഉണ്ടല്ലോ, മുസ്തഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ബഹറിന് ഓരോ പേരുണ്ട്. അപ്പൊ ഇത് നമ്മളെ അൽഫിയന്റെയും തുഹ്ഫത്തുൽ വർദിന്റെ ഒക്കെ അതേ ബഹറിൽ വന്ന റജിസ് എന്ന് പറയും. മുസ്തഫ്ഇൽ ആ വസ്നിക്ക് വന്ന ബൈത്താണ്. അത് പാടി വെക്കുമ്പോഴത്തേന് നമുക്ക് വസ്നി മനസ്സിലാവുണ്ടല്ലോ. റഹ്മാനു ഔ യർതഫിഅ ഫൽജറു ഫിർ റഹീമി ഖത്അൻ മുനിഅ وإن يجرى فأجز في الثاني ثلاثة الأوجوه خذ بياني فهذه تضمنت 9 منع وجهان منها فدر هذا واستمع. ബൈത്ത് പഠിച്ചേക്കാണ്, അത് പഠിച്ചേക്കാം. മസലയോട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോ കഴിഞ്ഞ സബക്കിൽ നമ്മൾ അതിന്റെ ചാർട്ട് പറഞ്ഞതല്ലോ, ആ 9 കോലങ്ങളും വിശദീകരിച്ചിട്ട് ഓരോ ഇറാബും എന്ത് പ്രകാരമാണ് കൊടുക്കുന്നത്, അതിന്റെ ഹുക്ം എന്താ, ജായിസാണോ മുംതനിയാണോ എന്ന് പറഞ്ഞിട്ട് ആ 9 കോലങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പൊ അതിന്റെ ആകെ ചുരുക്കാണ് ഇപ്പോ ഈ ബൈത്തിലൂടെ ഷാരിഹ കൊണ്ടുവന്നത്. ഇനി ബിസ്മിന്റെ തർക്കീബ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മള് ബായിനൊരു തർക്കീബ് വെച്ചു, ഇസ്മിനും തർക്കീബ് വെച്ചു, അള്ളാഹിക്ക് വെച്ചു, റഹ്മാനി റഹീം ഓരോന്നിനും വെച്ചു. ഇനി അതിന്റെ മാന, ആ പദങ്ങൾ വന്ന പദങ്ങളൊക്കെ മാനകളൊന്ന് വിശദീകരിച്ചു തരികയാണ്. അതിലിപ്പോ ഏതൊക്കെ പദം ഉണ്ട്? ഇസ്മ എന്നുള്ളതുണ്ട്, അള്ളാഹി എന്നുള്ളതുണ്ട്, പിന്നെ റഹ്മാൻ എന്നുള്ളതുണ്ട്, റഹീം എന്നുള്ളത്. ഈ പദങ്ങളൊക്കെ അർത്ഥം വിശദീകരിക്കുകയാണ് തർക്കീബിന്റെ ശേഷം ഷാരിഹ. അതാണ് വലിസ്മു. എങ്ങനെ വായിക്കുക? വലിസ്മു. വസ്ലിന്റെ അംശമാണല്ലോ ഇസ്മിലുള്ളത്. അപ്പൊ ഇസ്മ എന്നത്, ഇസ്മ ആകുന്നത്, അതായത് ബിസ്മിനിൽ ഇസ്മ ഉണ്ടല്ലോ. അപ്പൊ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയണത്? മഅനാഹു, അതിന്റെ അർത്ഥം ലുഗതൻ, ഭാഷയിൽ. നമ്മളിപ്പോ നഹ്വിന്റെ ഇസ്തിലാഹിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നഹ്വിൽ ഇസ്മ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും, അതിനൊരു താരിഫ് ഉണ്ടാവും. ഭാഷയിൽ ഇസ്മ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവും. അപ്പോ ഏത് ഫൻ എടുക്കുമ്പോഴും
അതിൽ ഒരു പദം വരുമ്പോൾ അതിന്റെ ഭാഷാർത്ഥം ആദ്യം വിശദീകരിക്കും, ശേഷം അതിന്റെ ഇസ്തിലാഹി അർത്ഥം വിശദീകരിക്കും. രണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. കാരണം ഭാഷയിൽ നിന്ന് ഒരു പദം എടുത്തിട്ടാണല്ലോ നഹ്വിന്റെ ഇസ്തിലാഹിൽ അത് കൊണ്ടുവരുന്നത്. അപ്പൊ അതാണ് ആദ്യം ലുഗത്തൻ. ഭാഷയിൽ ഇസ്മ പറഞ്ഞ എന്താ? മാ ദല്ല അലാ മുസമ്മ, മുസമ്മാന്റെ മേൽ അറിയിക്കുന്ന ഒരു വസ്തു. ഇസ്മിനൊരു മുസമ്മ ഉണ്ടാവില്ലേ? എന്തിനേക്കാണോ ആ ഇസ്മ വെക്കപ്പെട്ടത് അതിനാണ് മുസമ്മ എന്ന് പറയാ. ആ മുസമ്മക്ക് മുസമ്മന്റെ മേൽ അറിയിക്കുന്ന ഇസ്മ, മുസമ്മന്റെ മേൽ അറിയിക്കുന്ന വസ്തു എന്നാണ് ഇസ്മിന് ഭാഷയിൽ അർത്ഥം. ഈ നഹ്വിൽ ഇസ്മ പറഞ്ഞ എന്താ? നമ്മൾ ഇസ്മ, ഫീൽ, ഹർഫ് നഹ്വില് 3 ഇനങ്ങളാക്കിയിട്ട് അതിനോരോ താരീഫ് പറയാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പഠിച്ച താരീഫ് എന്താ ഇസ്മിന്? ഭാഷയിലല്ല, നഹ്വിൽ. മൂന്നാമൊരു കാലത്തിനോട് അന്വരിക്കാതെ സ്വന്തമായി ഒരു മാനാന്റെ മേൽ അറിയിക്കുന്നത്, സ്വന്തത്തിലുള്ള മാനാന്റെ മേൽ അറിയിക്കുന്നത് അല്ല, അതേ രൂപത്തിലുള്ള താരീഫാണ് ഇവിടെ ഇസ്മിന് ഇസ്തിലാഹൻ പറയുന്നതാണ്. വസ്തിലാഹൻ. അപ്പൊ ലുഗത്തൻ എന്താ? ഒരു മുസമ്മാന്റെ മേൽ അറിയിക്കുന്ന സാധനം എന്നാണ് ഇസ്മ എന്ന് പറഞ്ഞാൽ. ഇസ്തിലാഹൻ കലിമത്തുൻ ദല്ലത് അലാ മഅനൻ ഫീ നഫ്സിഹാ വലം തഖ്തരിൻ ബിസമാനിൻ. എന്താണ്? കലിമത്തുൻ ദല്ലത് അലാ മഅനൻ ഫീ നഫ്സിഹാ വലം തഖ്തരിൻ ബിസമാനിൻ. അപ്പൊ ഈ താരീഫുകളൊക്കെ ഹിഫ്ളിൽ കാണാപ്പാടം പഠിക്കാനുള്ളതാണ്. കലിമത്തുൻ ഇസ്മ എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹിൽ, അതായത് നഹ്വിന്റെ ഇസ്തിലാഹിൽ സാങ്കേതിക അർത്ഥത്തിൽ കലിമത്തുൻ അത് ഒരു പദമാണ്. എങ്ങനത്തെ പദം? ദല്ലത്, അത് അറിയിച്ചിരിക്കുന്നു, അലാ മഅനൻ ഒരു അർത്ഥത്തിന്റെ മേൽ, ഒരു മാനയുടെ മേൽ. എവിടെയുള്ള അർത്ഥമാണ്? ഫീ നഫ്സിഹ, അതിന്റെ സ്വന്തത്തിലുള്ളതായ അർത്ഥം. അത് മറ്റൊന്നിലോ വേറെ എവിടെയെങ്കിലും ഉള്ള അർത്ഥമല്ല. നമ്മള് ഹർഫിന്റെ താരീഫ് പറയുമ്പോ പറയാറുണ്ട് ഹർഫിന് സ്വന്തമായിട്ട് മാനല്ല, മറ്റൊന്നിൻ്റെയോട് കൂടെ വരുമ്പോഴാണ് ഒരു മാന കിട്ടുക. അങ്ങനെയല്ല, സ്വന്തമായിട്ട് തന്നെ മാനുള്ള ഒരു പദമാണ്. അപ്പൊ അതിന്റെ സ്വന്തത്തിലുള്ള മാനാന്റെ മേൽ അത് അറിയിച്ചു. മാത്രമല്ല ഇത്തരത്തിൽ വലം തഖ്തരിൻ, അത് ചേർന്ന് വന്നിട്ടില്ല, അന്വരിച്ചിട്ടില്ല, ബിസമാനിൻ ഒരു കാലത്തിനോടും. അപ്പൊ കാലത്തിനോട് അന്വരിച്ചു വന്നാൽ എന്താവും? ഫിഅലാവും. അപ്പോ ഫീലും ഇസ്മുള്ള വ്യത്യാസം, ഒന്നിൽ ജമാനുണ്ട്, ഒന്നിൽ ജമാനില്ല. അപ്പൊ അതാണ് കലിമത്തുൻ ദല്ലത് അലാ മഅനൻ ഫീ നഫ്സിഹാ വലം തഖ്തരിൻ ബിസമാനിൻ. ഇനി അടുത്തത് ബിസ്മി കഴിഞ്ഞിട്ട് അല്ലാഹി. അപ്പൊ അല്ലാഹു എന്നുള്ള പദം അതാണ് വല്ലാഹു. അല്ലാഹു എന്നത് ഇസ്മുൻ, അത് ഇസ്മാണ്. എന്തിനൊക്കെയുള്ള ഇസ്മ? ലിദ്ദാത്തിൽ വാജിബിൽ വുജൂദ്. അദ്ദാത്തുൽ വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ലിദ്ദാത്തിൽ വാജിബിൽ വുജൂദ്. വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ, വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ, ഉണ്മ. അൽ വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ, അതായത് എല്ലാ കാലത്തും ഉള്ളവനായ, അസലൻ വ അബദൻ, തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത എല്ലാ കാലത്തും നിലനിൽക്കുന്നവനായ അങ്ങനത്തതായ ഒരു ദാത്തിനിക്കുള്ള ഇസ്മാണ് അള്ളാഹ് എന്നുള്ളത്. അതാണ് ഇസ്മുൻ ലിദ്ദാത്തി അൽ വാജിബി അൽ വുജൂദി. എല്ലാ കാലത്തും നിലനിൽക്കുന്നതായ വുജൂദുള്ളതായ ഒരു ദാത്തിനിക്കുള്ള ഇസ്മാണ് അള്ളാഹ് എന്നുള്ളത്. എങ്ങനെ അതിന്റെ വിശദീകരണം പറയാണ്? ആ ദാത്തുൽ വാജിബുൽ വുജൂദി എങ്ങനത്തതാണ്? അൽ മുസ്തഹിഖി ലി ജമീഇൽ മഹാമിദി. എന്ത്? അൽ മുസ്തഹിഖി ലി ജമീഇൽ മഹാമിദി. മുസ്തഹിഖ് എന്ന് പറഞ്ഞാൽ അവകാശമാക്കുന്നതായ ദാത്ത്. എന്തിനെ? ലി ജമീഇൽ മഹാമിദി, എല്ലാ സ്തുതികളെയും. ഇവിടെ ജമീഉൽ മഹാമിദ് എന്നുള്ളത് തൗക്കീദിനെ മുഅക്കദിലേക്ക് ഇളാഫത്ത് ചെയ്ത് കണ്ടുള്ള രൂപമാണ് ഇവിടെ വന്നിട്ടുള്ളത്. മഹാമിദ് എന്ന് പറഞ്ഞാൽ സനാ, പുകഴ്ത്തലുകൾ. അപ്പൊ എല്ലാ ഹംദുകളെയും എല്ലാ പുകഴ്ത്തലുകളെയും അവകാശമാക്കുന്നവനായ, അപ്പൊ അൽ മുസ്തഹിഖി അൽ മഹാമിദി ജമീഅഹ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ആ തൗക്കീദിനെ ഇളാഫത്ത് ചെയ്തതാണ് അൽ മുസ്തഹിഖി ലി ജമീഇൽ മഹാമിദി. മനസ്സിലായോ? അപ്പൊ സകല സ്തുതികളെയും അവകാശമാക്കുന്നതായ, എല്ലാ കാലത്തും നിലനിൽക്കുന്നതായ ദാത്തിനിക്കുള്ള ഇസ്മാണ് അള്ളാഹ് എന്നുള്ളത്. ഇനി അർ റഹ്മാൻ, അർ റഹ്മാൻ അർ റഹീമിന്റെ നമ്മൾ കുറെ ചർച്ച ചെയ്തു, പക്ഷെ അർത്ഥം പറഞ്ഞിട്ടില്ല. അതിന്റെ തർക്കീബാണ്, അവിടുത്തെ ഇഅ്റാബ് എങ്ങനെയൊക്കെ വരാന്നാണ് വിശദീകരിച്ചത്. അപ്പൊ അർ റഹ്മാൻ വർ റഹ്മാനു, അർ റഹ്മാൻ എന്നത് മഅനാഹു, അതിന്റെ അർത്ഥമാവുന്നത്
അൽ മുൻഇമു ബിജലാഇലിൻ നിഅം. മുൻഇം എന്ന് പറഞ്ഞാൽ നിഅമത്ത് ചെയ്യുന്നവൻ, അനുഗ്രഹം ചെയ്യുന്നവൻ. എന്തുകൊണ്ട്? ബിജലാഇലിൻ നിഅം. ജലാഇലിൻ നിഅം അതെന്താ? സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. ബിന്നിഅം അൽ ജലാഇൽ, ബിന്നിഅമിൽ ജലാഇൽ. ജലാഇൽ എന്ന് പറഞ്ഞാൽ അളീമ, വണ്ണമായ, വലിയ വലിയ അനുഗ്രഹങ്ങൾ. നിഅം എന്ന് പറഞ്ഞാൽ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ. അപ്പൊ വലിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹം ചെയ്യുന്നവനായ അല്ലാഹു, അതാണ് അർ റഹ്മാന്റെ അർത്ഥം. അപ്പൊ നമ്മള് സാധാരണ നമ്മള് വെക്കുന്ന ഒരു അർത്ഥമുണ്ട് മലയാളത്തില് അർ റഹ്മാന്, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ. അപ്പൊ അതിന് അറബിയിലൊക്കെ അൽ മുഹ്സിനു ഇലൽ ബർരി വൽ ഫാജിരി, നല്ല ആൾക്കും അതായത് വഴിപ്പെട്ടവനക്കും വഴിപ്പെടാത്തവനക്കും ഗുണം ചെയ്യുന്നവനായ. അങ്ങനെയാണ് നമ്മള് തുഹ്ഫത്തുൽ വദ്ദിന്റെ ഷറഹിലൊക്കെ അങ്ങനെയാണ് റഹ്മാൻ അർത്ഥം കൊടുത്തത്. അപ്പൊ അതിന്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വിശദീകരണമാണ് ഇവിടെ ശാരിഹ് കൊടുത്തത്, അൽ മുൻഇമു ബിജലാഇലിൻ നിഅം, വണ്ണമായ വലിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹം ചെയ്യുന്നവനായ എന്നാണ് റഹ്മാന്റെ അർത്ഥം. അപ്പൊ അർ റഹീം, അർ റഹീം എന്നതിന്റെ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ. അപ്പൊ അതിന്റെ വേറൊരു വിശദീകരണമാണ്, വേറൊരു തരത്തിലുള്ള അർത്ഥമാണ് ഇവിടെ ശാരിഹ് വെച്ചത്. അതാണ് അർ റഹീമു. അർ റഹീമു എന്നത് മഅനാഹു, അതിന്റെ മഅന അൽ മുൻഇമു ബിദഖായിഖിഹാ. അൽ മുൻഇം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെ, അനുഗ്രഹം ചെയ്യുന്നവൻ. ബിദഖായിഖിഹാ, ആ അനുഗ്രഹങ്ങളിൽ അങ്ങേറ്റത്തെ ചെറിയ അനുഗ്രഹങ്ങൾ കൊണ്ട് പോലും. ഇവിടെ അതിന് ഉദാഹരണം ഹാഷിയിൽ പറയുന്നുണ്ട്. ഈമാനിലെ സിയാദത്ത്, കേൾവി, കാഴ്ച, ഇങ്ങനത്തെ കേൾവിയും കാഴ്ചയൊക്കെ നൽകുക പോലത്തെ ഏറ്റവും അങ്ങേറ്റത്തെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ. ചെറുതെന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹത്തെ നിസ്സാരമാക്കല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാത്തതായ അങ്ങേറ്റത്തെ ദിക്കത്തുള്ള ദഖീഖായ അനുഗ്രഹങ്ങൾ. ഈമാനിലെ സിയാദത്തൊക്കെ അതിൽപ്പെട്ടതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ദഖീഖായ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹം ചെയ്യുന്നവനായ അല്ലാഹു. ഇവിടെയും സിഫത്തിനെ മൗസൂഫിക്ക് ഇളാഫത്ത് ചെയ്തതാണ്. അപ്പൊ ഇവിടെ സിഫത്ത് പറഞ്ഞിട്ടില്ല, അതിനെ ളമീറാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ എന്താ അർ റഹീമിന്റെ അർത്ഥം? അൽ മുൻഇമു ബിദഖായിഖിഹാ. ദഖായിഖ് എന്നുള്ള പദം എന്താ? ദഖായിഖ് എന്നുള്ള പദം അതേപോലെ നേരത്തെ വന്നില്ല ജലാഇൽ, അതൊക്കെ ജംഅകളാണ്. ആശയക്കാരൻ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആ പദം എങ്ങനെയാണ് വന്നത്, അത് എന്താണ്, മുഫ്രദാണോ ജം ആണോ ഒക്കെ ആശയിൽ പറയുന്നുണ്ട്. അപ്പൊ ജലായിൽ എന്നുള്ള പദം ജംഅ, അതേപോലെ ദഖായിഖ് എന്നുള്ളതും ജംഅ. അപ്പൊ അതൊക്കെ ജംആക്കിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അതിന്റെ സിഫത്തായിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോ അനുഗ്രഹങ്ങൾക്ക് സിഫത്താണ് ആ ജലായിൽ എന്നുള്ളതും ദഖായിഖ് എന്നുള്ളതും. അപ്പോ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അൽ മുൻഇമു ബിജലാഇലിൻ നിഅം, റഹീം എന്ന് പറഞ്ഞാൽ അൽ മുൻഇമു ബിദഖായിഖിഹാ, അതായത് ബിദഖായിഖിൻ നിഅം. അപ്പോ ബിസ്മിന്റെ ചർച്ച കഴിഞ്ഞു. ഇനി അടുത്തത് മുസന്നിഫ് നമ്മൾ നഹ്വിന്റെ ചർച്ചകൾ തുടങ്ങുകയാണ്. അൽ കലാമു ഹുവൽ ലഫ്ദുൽ മുറക്കബുൽ മുഫീദു ബിൽ വദ്ഇ എന്ന് പറഞ്ഞ് നഹ്വിന്റെ വിശദീകരണം തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ മുമ്പ് മുഖദ്ദിമയായിട്ടുള്ള ബിസ്മിന്റെ ചർച്ചയാണ്. അതിന്റെ തർക്കീബും ഇഅ്റാബും അർത്ഥങ്ങളുമാണ് ഇതുവരെ ശാരിഹ് വിശദീകരിച്ചത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.